പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഇന്നലെയൊക്കെയായിട്ട് കുറച്ച് കുറവുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വള്ളിച്ചെടീനെ ആലിനെ പറ്റി കുറച്ച് ചെടികളെ വിശേഷങ്ങളാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ നമുക്ക് വിശദമായിട്ട് വീഡിയോക്ക് പോകാം. ഇവിടെ തെച്ചി ഒരു റെഡ് തെച്ചിണ്ടല്ലോ, ഇത് കുറച്ച് വലുതായിട്ടുള്ളതാണ്. നമ്മൾ മഞ്ഞ തെച്ചിമ്മ ഇങ്ങനെ മുട്ടായിട്ട് വരണുള്ളൂ. കുറേ ആയിട്ട് നമുക്കിങ്ങനെ പൂക്കൾ നിൽക്കാതെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് കുറവായിട്ടുണ്ട് കേട്ടോ പൂക്കൾ. മറ്റേത് നല്ല പൂക്കൾ വന്നിരുന്നു. ഇപ്പോൾ പൂക്കൾ ഒരുപാട് കുറഞ്ഞാണ്. അതുപോലെ തന്നെ ഇതിന് ഈ പ്രാവശ്യം പൊട്ട് മാത്രം വന്നോളൂ കേട്ടോ, പൂ വിരിഞ്ഞില്ല. അതുപോലെ നമ്മളിപ്പോൾ ഈ ചെടിയൊക്കെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ നിർത്തിയതാണ് കേട്ടോ. റൗണ്ടായിട്ട് നിർത്തിയിട്ട് ഇപ്പോൾ അത് ഇങ്ങനെ ഇലകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഇലകൾ നല്ല ചാടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇല പൊഴുത്തിട്ടല്ല ഇത് ചാടുക, ഇതിങ്ങനെ ഇടയിൽ ഇങ്ങനെ ഉള്ളിൽ ഇതേണ്ടില്ല, ഇതൊക്കെ ഇല ഇങ്ങനെ ചാടിയിട്ട് നിൽക്കുകയാണ്. ഇത് നമ്മൾ ഇല ഇങ്ങനെ പച്ചയിൽ തന്നെ ഇങ്ങനെ ചാടിപ്പോകും. അപ്പോൾ നമ്മൾ ഒരു കേടാണെന്ന് കരുതിയിട്ട് വെറുതെയാണ്. അത് ഒരു കേടല്ല, അത് ഇങ്ങനെ അതിൻ്റെ മൂപ്പ് എത്തിയിട്ടുണ്ടെങ്കിൽ പച്ചയിൽ അങ്ങോട്ട് ചാടിപ്പോവുകയും. പിന്നെ ഇവിടെ നമ്മളെ റെഡ് പ്ലാന്റൊക്കെ ഉഷാറായിട്ടുണ്ടാകുന്നുണ്ട്. വെയിലൊക്കെ ആയപ്പോൾ നല്ല കളറായിട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളതിൽ ഒരുപാട് തവളകൾ വന്ന് ഓടിയിട്ടുണ്ട്. തവളകളൊക്കെ പിന്നെ എടുത്ത് മാറ്റിയിട്ട് കുളമൊന്ന് ക്ലീനാക്കണം. കുളത്തിൽ ഒരുപാട് മീനുകളുണ്ട് കേട്ടോ. നമ്മൾ മീനുകളെ പിടിക്കാതെ ഒന്ന് ക്ലീനാക്കാനുള്ള പരിപാടിയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കണ്ടില്ല, റെഡ് പ്ലാന്റ് വെച്ചിട്ട് നല്ല ഉഷാറായിട്ടോ. ഇത് നമ്മൾ ഏകദേശം ഒരു 20 ദിവസം 25 ദിവസമൊക്കെ ആയിട്ടുള്ളൂ തൊട്ട് നട്ടിട്ട് കേട്ടോ. അപ്പോൾ അത് നല്ല ഉഷാറായിട്ടുണ്ടാവും. ഇവിടെ വെണ്ടക്ക ഉണ്ട്, വഴുതനങ്ങയുണ്ട്. അതിൻ്റെ ഇടയിലാണ് നമ്മളിത് നട്ടത് കേട്ടോ. വെണ്ടയ്ക്കും വഴുതനക്കൊക്കെ നമ്മൾ വളമിട്ട് കൊടുക്കുമ്പോൾ ഇതിനൊന്ന് വളമിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും നല്ല ഉഷാറാവും കേട്ടോ. നല്ല കളറാണിത്. നമ്മളിത് നല്ല വെയിൽ കൊള്ളുന്നിടത്ത് ഇങ്ങനെ വെക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ആ ഒരു ഭംഗി കിട്ടുന്നത്. നമ്മളെ തൂണുമ്മലുള്ള ചെടികളൊക്കെ നല്ല ഉഷാറായിട്ടുണ്ടാവുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ കണ്ടില്ല, ഇതിന് പുല്ലാണ് വെച്ചിട്ടുള്ളത്. ഈ പുല്ലുകൾ എല്ലാ തൂണുമ്മലും തൂണുമ്മലും പുല്ലുണ്ട് കേട്ടോ, സോറി. അപ്പോൾ ഇവിടെ നമ്മൾ നിലത്തുള്ള പുല്ല് നല്ല ഉഷാറായിട്ടുണ്ടെങ്കിൽ പുല്ല് കട്ട് ചെയ്യണ ഒരു മെഷീൻ കൊടുന്ന് നമുക്ക് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കണം. അതൊരു പ്രയാസമേറിയൊരു പണി തന്നെയാണത്. പിന്നെ അതുപോലെ ഈ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് വളരുന്നുണ്ട് കേട്ടോ. ഈ വെയിലും കൊണ്ട് വന്നപ്പോൾ കുറേ ദിവസമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ലോ. അപ്പോൾ തന്നെ ഈ ചെടികൾക്കൊക്കെ ഒരു വാട്ടം വരുന്നുണ്ട് കേട്ടോ. കണ്ടില്ല, ഇവിടെയൊക്കെ പുല്ല്, ഈ പുല്ല് നല്ല നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുത്തോണ്ടാണ് ഇങ്ങനെ ഉഷാറാവുന്നുണ്ട് ഈ ഭാഗത്ത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ പുല്ല് കളകൾ മുളക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾക്കിത് മാറ്റേണ്ടതായിട്ടുണ്ട്. ഒരുപാട് പണി ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ സിന്തറ്റിക് പുല്ല് ആകുമ്പോൾ ഈ ഒരു പ്രശ്നമൊന്നുമില്ല. കാണാൻ കുറച്ച് കഴിഞ്ഞാൽ കളർ മങ്ങലുണ്ടാവുന്നല്ലാതെ നമുക്കിത് നമ്മൾ ഒറിജിനൽ പുല്ലിന് ഉള്ള പ്രശ്നം ഇതിൻ്റെ ഇടയിൽ കള ഉണ്ടാവും എന്നുള്ളതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ കണ്ടില്ല, ഈ പൂച്ചെടിമേ നിറയെ പൂക്കളാണ് കേട്ടോ. ഇത് ഇങ്ങനെ റൗണ്ടായിട്ട് അതിൽ തന്നെ ഒരു പൂമ്പാറ്റയും വന്ന് കണ്ടില്ല, പൂമ്പാറ്റ വരെയാണ്. പൂമ്പാറ്റ തേന് കുടിക്കുന്നതല്ല, ആയിട്ടുള്ള ഓരോ മുട്ടകളൊക്കെ ഇട്ട് ആ ലാർവകളൊക്കെ വലുതായിട്ട് ഉണ്ടെങ്കിൽ നമ്മളെ ചെടികളൊക്കെ നശിപ്പിക്കുകയാണ് ഓരോ പണി കേട്ടോ. പൂമ്പാറ്റ കാണാനൊക്കെ ഭംഗിയാണ്, അല്ലാതെ നമുക്ക് ചെടിക്ക് വലിയൊരു ദോഷമാണ് ഈ പൂമ്പാറ്റകൾ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ചെടികൾ ഒക്കെ നല്ല ഇതായിട്ടുണ്ട്. പക്ഷേ ഈ വെയിലിങ്ങനെ കാടിന് കൂടുന്നിടത്തോളം ഇത് വാട്ടമുണ്ട് കേട്ടോ. ഈ ചെടികൾക്കൊക്കെ ഞാനിന്ന് നനച്ചതാണ്. ഈ 2 ചെടിയും ഒറ്റ പാടിയപ്പോൾ ഒന്ന് നനച്ച് കൊടുത്തു. അതുപോലെ വാടുന്ന ചെടിക്കൊക്കെ നനച്ച് കൊടുത്തു. ഇന്ന് മഴ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടത്. മഴ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല.
മഴ ഒന്നുണ്ട് വിട്ടിട്ടുള്ളൂ, അപ്പോൾ തന്നെ ചെടികളൊക്കെ ഇതൊക്കെ കണ്ടില്ലേ വാടുന്നു. അപ്പോൾ നമ്മൾ മഴ ഉണ്ടെന്ന് കരുതിയിട്ട് 2-3 ദിവസം മഴ ഇല്ലെങ്കിൽ നമ്മളത് നല്ല ഇത് കെയർ ചെയ്യണം കേട്ടോ. ഒന്ന് നനച്ച് കൊടുക്കുക. ഈ ചെടി വാടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്ന് നേരായി കിട്ടാൻ. വാടാൻ ഒരിക്കലും സമ്മതിക്കരുത്. കണ്ടില്ലേ ഈ റോസിൻ്റെ തലക്ക് ഇപ്പോൾ മഴ ഇങ്ങനെ തുടർച്ചയായിട്ട് കിട്ടിയിട്ടുള്ള പ്രശ്നമാണിത്. ആ ഒരു മഴ ഒന്ന് പെയ്യപ്പോൾ അപ്പോൾ വാടാൻ തുടങ്ങി. ചട്ടിയിലുള്ള ചെടികൾക്കൊക്കെ ഉള്ള പ്രശ്നമാണിത്. പിന്നെ അവിടെ ഒരു മഞ്ഞ പൂവാണ്, വിരിഞ്ഞിട്ടില്ല, നീലപ്പൂവാണ് കേട്ടോ, വയലറ്റ്. അത് വിരിയുന്നുള്ളൂ. പിന്നെ അത് നമ്മൾ ഈ ഒരു ചെടിമേലും പൂവുണ്ട് കേട്ടോ. അതിൻ്റെ അപ്പുറത്തുള്ള ചെടിമേലും പൂവുണ്ട്, കണ്ടില്ലേ. ഇന്ന് നമ്മൾ ഈ ചെടിക്ക് നനച്ചിട്ടില്ല. നല്ല ഉഷാറായിട്ട് നിൽക്കുന്നതാണ്. അതൊക്കെ പറ്റ വാടിയിട്ടുണ്ടോ. ഇത് ഭയങ്കര ചൂടാണ്, അതുകൊണ്ടാണ് ഇത്ര ഒരു ഇതായിട്ട് നിൽക്കുന്നത്. പിന്നെ ഇത് നമ്മൾ ഇന്നലത്തെ വീഡിയോയിലും കാണിച്ചാണ് കേട്ടോ. നല്ല ഭംഗി ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ചെടികളൊക്കെ അത് ഇന്ന് നനച്ചതാണ് കേട്ടോ. ഈ ഒരു ചെടി നനക്കാൻ മറന്നു പോയി എന്നാണ് തോന്നുന്നത്. ഇതിനൊരു വാട്ടം ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ അത് കണ്ടില്ലേ, ഇത് നല്ല ഭംഗിയുള്ളത് ഇതാട്ടോ, കണ്ടില്ല. ഇതിൻ്റെ ഈ തളിര് നല്ല ഉഷാറായിട്ട് കൊലകൊലായിട്ട് ഇതാവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ ചെടികൾ നല്ല ഉഷാറായിട്ട് നമ്മളെ ഫുള്ള് തൂക്കി ചട്ടിയിലിപ്പോൾ നല്ല ഭംഗിയോടെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഈ റെഡ് പ്ലാന്റൊക്കെ ലക്കി അല്ലാതെ മണി പ്ലാന്റൊക്കെ എല്ലാം തൂങ്ങി വളരുന്നുണ്ട്. ഒക്കെ കട്ട് ചെയ്യാനായിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മളെ ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ നല്ല ഉഷാറായിട്ടുണ്ടാവുന്നുണ്ട്. പ്ലാന്തോറിയ ഏതായാലും ശരിയായിട്ടില്ല പ്രാവശ്യം. അത് വലിയൊരു ഗുണമില്ലാതെയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഭാഗത്തൊക്കെ തൂക്കി ചട്ടിയുണ്ടല്ലോ, ഇതൊക്കെ കട്ട് ചെയ്യാനായിട്ടുണ്ട്. ഇത് കുറച്ച് ആദ്യം വെച്ചുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മളിവിടെ 10 മുല്ലയും നെല്ല ഒക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് റീപ്ലാന്റ് ചെയ്യാനായിട്ടുണ്ട്. ഇവിടെയുണ്ട് വെണ്ടക്ക കേട്ടോ. വെണ്ടക്ക വലുതാവണുണ്ട്. വളമിട്ട് കൊടുത്തെങ്കിൽ എന്നാന്ന് ശരിയാവുള്ളൂ. ഇതിനൊക്കെ ഒന്ന് വളമിട്ട് കൊടുക്കാനായിട്ടുണ്ട്. നമ്മളെ ചീര ഇപ്രാവശ്യം ശരിയായില്ല കേട്ടോ. ചീര നമുക്ക് ഇന്നും നല്ല ചീര ഉണ്ടാവണതാണ്. ഈ ഒരു ഇതിൽ നമുക്ക് ചീര വല്ലാതെ ഉണ്ടായിട്ടില്ല. ചീര ഒരു ഉഷാറില്ലാതെ ഉണ്ടായത്. ഈ ഭാഗത്ത് നമ്മളെ ബോഗൺവില്ലയുണ്ട്. ബോഗൺവില്ലമ്മ ഇപ്പോഴും പൂവുണ്ടാവുന്നുണ്ട്. സീസൺ കഴിഞ്ഞിട്ടും പൂവാണ് കേട്ടോ. ഇതിലൊക്കെ ഇപ്പം പൂവ് നിന്നിട്ടില്ല. ഇനി മഴ കൊണ്ട് അടച്ച് പിടിക്കുമ്പോഴാണ് ഈ ബോഗൺവില്ലൊക്കെ പൂവില്ലാതാവുന്നത്. ഞാൻ ഈ വീഡിയോ ഇനി വല്ലാതെ നീട്ടിക്കൊണ്ട് പോകണില്ല കേട്ടോ. ഞാൻ ഒരു ചെറിയൊരു വീഡിയോ എടുത്താണ്. വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇവിടെ ചുരുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക കേട്ടോ. ഇന്ന് നനച്ചപ്പോൾ ഇത് നനക്കാൻ മറന്നിട്ടുണ്ട്, അതാണ് ഇങ്ങനെ വാടി നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഇത് കണ്ടില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്താൻ നിന്നപ്പോഴാണ് ഞാൻ ഒരു കാര്യം മറന്നു കേട്ടോ. നമ്മളെ പ്രേക്ഷകർ ഒരുപാട് ആൾ ചോദിച്ചിരുന്നു ഇങ്ങനെ ഏലത്തിൻ്റെ അപ്ഡേഷൻ എന്താണ്. ഏലം കായ പിടിക്കണില്ല കേട്ടോ. ഇങ്ങനെ ഉണ്ടായിട്ട് അവിടെ ഇത് കണ്ടില്ലേ, ഇതാണിപ്പോൾ ഇതിങ്ങനെയാണ് കൊഴിഞ്ഞാടാണ്. പൂ വിരിയണമില്ല. പൂ വിരിയണതിൻ്റെ മുന്നേ തന്നെ ഈ ചെടി ഈ പൂ വിരിയണതിൻ്റെ മുന്നേ തന്നെ ആണ്ട് ഇങ്ങനെ ചാടി പോവാണ്. ഇതിപ്പോൾ ഇത് വലിയൊരു വണ്ണമൊന്നുമില്ല കേട്ടോ. ഇതാണ് ഏലത്തിൻ്റെ കാര്യം പറയാനുള്ളത്. ഏലം നല്ല പൂക്കൾ ഇത് പൂവിടാൻ ആ പുള്ളികളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കായ പിടിക്കണില്ല. ഇത് ഇവിടുത്തെ കാലാവസ്ഥൻ്റെ പ്രശ്നമായെന്ന് കരുതണം. നല്ലൊരു മഴയൊക്കെ നല്ല കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി പൂ വിരിയാനും പിടിക്കാനും സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഒരു മരുന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാം. അത് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ.